അശ്വിന്റെ കുടുംബക്കാരെ കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത്. അവരുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. എന്തുമാത്രം വിഷമത്തിലൂടെയായിരിക്കും അവർ കടന്നുപോയിട്ടുണ്ടാവുക. കൃത്യമായി എല്ലാവരും ഇപ്പോൾ അശ്വിന്റെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അശ്വിന് തൻ്റെ കുടുംബത്തോട് ഇത്രമാത്രം സ്നേഹക്കുറവായിരുന്നു. എന്താണ് ശരിക്കും അശ്വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ തവണയും എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അശ്വിൻ ശരിക്കും കുടുംബത്തോട് ഒരല്പം സ്നേഹം കൂടി കുറച്ചുകൂടി കാണിക്കണം. അശ്വിൻ കുടുംബത്തെ വിട്ടുവെച്ചു, ഇതൊക്കെയാണ് പലരും പറയുന്നത്. എന്നാൽ അശ്വിൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് ആ പയ്യനെ വെറുതെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? നിങ്ങൾക്കൊക്കെ അങ്ങനെ ക്രൂശിച്ചതിന് ശേഷം എന്താണ് കിട്ടുന്നത്? ഇതാണ് പലരും ചോദിക്കുന്നത് എന്നതുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് കേൾക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അശ്വിൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ അശ്വിൻ്റെ പ്രാധാന്യവും പറയുന്നുണ്ട്. അശ്വിന് ദിയയുടെ വീട്ടിൽ യാതൊരു പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നതുകൂടി പ്രേക്ഷകരുടെ സങ്കടമായി അവർ കൂട്ടിച്ചേർക്കുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് മറുപടി നൽകുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കാര്യമായി തന്നെയാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നത്. അശ്വിനെ വെറുതെ വിടൂ, അവൻ വളരെ സന്തോഷവാനായി ഇരിക്കുന്നുണ്ട്. അശ്വിൻ്റെ വീട്ടിൽ ദിയ കുഞ്ഞിനെയും കൊണ്ട് പോകാറുണ്ട്. പഴയതുപോലെ വ്ലോഗ് എടുക്കാറില്ല എന്നതേ ഉള്ളൂ. അവർ വീട്ടിൽ തിരക്കിലായിരിക്കും. ഓരോ തവണയും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വിൻ്റെ കുടുംബം വളരെയധികം എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊരു കുടുംബമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നതും ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. അശ്വിൻ്റെ വീട്ടുകാരെ അശ്വിൻ എപ്പോഴും പലപ്പോഴായി ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മാനസികമായി തന്നെ ഇത്തരത്തിൽ തകർക്കുന്നു എന്നൊക്കെ പലരും പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന അശ്വിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത്. ഓരോ തവണയും വളരെ കൃത്യമായി തന്നെയാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നത്. അശ്വിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് അത് വളരെ നന്നായി മനസ്സിലാകുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. അശ്വിനെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഭാര്യയോടൊപ്പം കുഞ്ഞിനോടൊപ്പം ജീവിക്കുകയാണ് അശ്വിൻ അങ്ങനെ മറുപടി പറയാത്തത് അതൊരു പ്രത്യേക സ്വഭാവമായതുകൊണ്ട് തന്നെയാണ് എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. അശ്വിൻ്റെ വീട്ടിൽ ഇപ്പോൾ മീനമാസ് കിച്ചൻ്റെ വലിയ തിരക്കുകളാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭൂരിഭാഗം സമയത്തും അതിനെക്കുറിച്ച് ചിലവഴിക്കാനോ അല്ലെങ്കിൽ പറയാനുള്ള സമയമൊന്നുമില്ല. ഒബയോസിയുടെ ഡിസൈനറും അതുപോലെ വെബ്സൈറ്റ് മാനേജറും ഒക്കെ ഇപ്പോൾ അശ്വിനാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറയുന്ന പോലെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് സംസാരിക്കാനുമുള്ളൊരു സമയം ഇപ്പോൾ ഇല്ല എന്നത് തന്നെയാണ് സത്യം. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെയാണ് ഇത് ആലോചിക്കുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അശ്വിനത് തോന്നുകയും ചെയ്യുന്നത്. എന്നാൽ അശ്വിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അശ്വിൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നതാണ് അവരുടെ കുറ്റം. എന്നാൽ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.